ഹൈ ഓൾ. നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതൊരു പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്. അപ്പം നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് മാർക്കറ്റിൽ വലിയൊരു ഫാളാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം നമ്മൾ നിഫ്റ്റിയുടെ ഒരു മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20-1 അതായത് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്. അപ്പം തലേ ദിവസത്തെ 19-1 പി ഒ സി നമ്മൾ പി പി ഒ സി ആണ്. കാരണം മാർക്കറ്റ് അക്യുമുലേറ്റ് ചെയ്ത ഒരു ഏരിയ ആണ്. അപ്പം അവിടെ നിന്നുള്ള ഒരു ഓപ്പണിംഗ് ആണ്, ഒരു ഓഡി ടൈപ്പ് ഓഫ് ഓപ്പണിംഗ് ആണ്, ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്, സ്മാർട്ട് മണി ടൈപ്പ് ഓഫ് ഓപ്പണിംഗ് ആണ്. അപ്പം അവിടെ നിന്നാണ് എന്താണ് മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് വന്ന് സിംഗിൾ പീരീഡും കാര്യങ്ങളും ഇപ്പം ഇവിടെ തന്നെ ഹൈ പീരീഡിലും അതുപോലെ തന്നെ എൽ സ്പൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മാർക്കറ്റ് നല്ല രീതിയിൽ മാർക്കറ്റ് താഴേക്ക് വന്നു. അതിനുശേഷം ഇന്നത്തെ മാർക്കറ്റിൽ അഗെയിൻ എന്താണ് മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് ഇതിന്റെ താഴെയായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അഗൈൻ മാർക്കറ്റ് ഇന്ന് ആ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ചെയ്ത ആ ഒരു എൽ സ്പൈക്കിന്റെ അടുത്തായിട്ടാണ്. ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും കഴിഞ്ഞ ദിവസം നല്ലൊരു ഓപ്പണിംഗ് ആണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ഒരു എൽ സ്പൈക്ക്, അതായത് സ്മാർട്ട് മണി എൻട്രി ചെയ്ത പ്ലേസ് ആണ്. അപ്പൊ ഇന്ന് നമ്മളൊരു ഒ ടി ഡി ടൈപ്പ് ഓഫ് ഓപ്പണിംഗ് ആണ്. അതായത് മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ഓപ്പൺ ചെയ്ത് കറക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു എൽ സ്പൈക്കിൽ റീടെസ്റ്റ് എടുത്തിട്ടാണ് മാർക്കറ്റ് താഴേക്ക് വന്നത്. അപ്പൊ അതായത് മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡേഴ്സിന് ആദ്യത്തെ ഒരു 1 അവറിൽ തന്നെ അറിയാൻ സാധിക്കും മാർക്കറ്റിൽ ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു ഡൗൺ മൂവ് എക്സ്പെക്ട് ചെയ്തത്. ഏറ്റവും ഒരു ഹൈ കൺവിക്ഷണൽ ആയിട്ടുള്ള ഒരു ഡേ ആണ്. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ ഇന്നിപ്പം ഞാൻ നിഫ്റ്റിയുടെ ലെവൽസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന ഒരു ലെവലിന് താഴെയായിട്ട് മാർക്കറ്റിൽ നല്ലൊരു ഡൗൺ മൂവ് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഏകദേശം ഒരു 100 പോയിന്റ് 200 പോയിന്റിൽ താഴെ നല്ലൊരു ഡൗൺ മൂവ് വന്നിട്ടുണ്ട്. കുറെ ആളുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം നമ്മൾ നാളത്തേക്കുള്ള ലെവൽസ് നമ്മൾ നോക്കാനായിട്ട് പോവാണ്. അപ്പം അപ്സൈഡിലേക്ക് ഇതിപ്പം ഫ്യൂച്ചറിന്റെ ചാർട്ടാണ്. അപ്സൈഡിലേക്ക് ഞാൻ ഇതിന്റെ ഒരു മുകളിൽ മാത്രമേ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്സൈഡ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അതായത് നിങ്ങൾ ഈ ഒരു ലെവൽ നിങ്ങൾ നോട്ട് ചെയ്യുക. ഫ്യൂച്ചറിന്റെ ചാർട്ടിൽ 25,600, 25,608 അപ്പം ആ ഒരു ലെവലിന് മുകളിലായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ, അതായത് സ്മാർട്ട് മണിയുടെ ഒരു ബിഹേവിയർ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഒരു നല്ലൊരു കൺവിക്ഷണൽ ആയിട്ട് അപ്സൈഡിലേക്ക് ഒരു ട്രേഡ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. അപ്പം അതിനിടയിൽ ചെറിയ മൂവ്മെന്റ് ഒക്കെ നമുക്ക് ഉണ്ടാകാം. പക്ഷെ എങ്കിലും ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിന്റെ ഒരു ഡൗൺ ട്രെൻഡ് ഈ ഒരു ഏരിയയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ മുകളിലായിട്ട് മാത്രമേ എന്താണ് മാർക്കറ്റിൽ ട്രെൻഡ് റിവേഴ്സ് ആയി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പം ഈ ഒരു ലെവലിന് മുകളിലായിട്ട് ഒരു സിംഗിൾ പ്രിന്റും അല്ലെങ്കിൽ സ്മാർട്ട് മണി ഓപ്പണിംഗ് തന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നിഫ്റ്റി റിവേഴ്സ് ആയി ട്രെൻഡ് അപ്പായി നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ ഞാൻ നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസിന്റെ ചാർട്ടിലേക്ക് പോവാണ്. ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ 50 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. ഓക്കെ. അപ്പം നാളത്തേക്ക് നമ്മൾ ലെവൽ നോക്കുന്ന സമയത്ത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു ലെവൽ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. അതായത് 25,300 മുതൽ 25,350 ആ ഒരു ഏരിയ എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അതേപോലെ തന്നെ ഒരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ഒരു ലെവലാണ്. അതായത് 25,000 മുതൽ ഒരു 24,980 ലെവൽ ഒരു സപ്പോർട്ട് സോണായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അപ്പം അപ് സൈഡിലേക്ക് ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ 25,290 മുതൽ മാർക്ക് ചെയ്യുക. കാരണം 25,290 ഇന്ന് എക്സാക്ട് മാർക്കറ്റ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഇതിന് മാർക്കറ്റ് താഴേക്ക് വന്നിരിക്കുന്നു. അപ്പം അപ് സൈഡിലേക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്സിൽ ആ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. എങ്കിലും എന്താണ് ചെറിയൊരു അപ്സൈഡ് ഇപ്പൊ നാളത്തെ മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 350 മുകളിലായിട്ട് 25,350 മുകളിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു എൻട്രി പ്ലാൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു 25,450 ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഡൗൺ സൈഡിലേക്ക് നല്ലൊരു എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന്റെ താഴെയാണ്. അതായത് 25,980 താഴെയാണ്. അപ്പം ഇന്നിപ്പോ ഒരു 50 മിനിറ്റിന്റെ ക്യാൻഡിൽ നോക്കി അവിടെ ഒരു റിജക്ഷൻ ആണ്. അപ്പം നാളെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് പോകുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം താഴേക്ക് നമ്മൾ നോട്ട് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,970 ലെവൽ. ഇന്നിട്ട് ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിൽ ഈ ഒരു ലെവൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു സപ്പോർട്ട് ലെവലാണ്. കറക്റ്റ് ആയിട്ട് മാർക്കറ്റ് ആ ഒരു ലെവലിൽ നിന്നാണ് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തു. ഓക്കെ. അപ്പം ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യാം. 24,917 ആ ഒരു ലെവൽ സപ്പോർട്ട് മാർക്ക് ചെയ്യാം. അപ്പം ആ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എത്തുന്ന മാർക്കറ്റ് ഒരു ലെവൽ എന്ന് പറയുന്നത് 24,850 ലെവലാണ്.
അപ്പം 850 ലെവലിലേക്ക് നമുക്ക് ഒരു ട്രേഡ് എടുത്തിട്ട് ഈ ഒരു ലെവൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. അതുപോലെ തന്നെ നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 24,800 ലെവലാണ്. അതേപോലെ തന്നെ 24,800 ലെവൽ എന്ന് പറയുന്ന മാർക്കറ്റിന്റെ ഒരു സ്ട്രോങ് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. അപ്പം അതും മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. നമ്മളൊരു ഡെയിലി ടൈം ഫ്രെയിം ചാർട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നിഫ്റ്റിയുടെ ഒരു നെക്സ്റ്റ് ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത്, ഞാൻ നിഫ്റ്റിയുടെ ഒരു ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും മാർക്കറ്റിന്റെ ഒരു നെക്സ്റ്റ് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. അതായത് 24,600 ലെവലാണ്. അപ്പൊ മാർക്കറ്റ് ഒരു എഗെയിൻ മാർക്കറ്റ് ആ ഒരു ഡൗൺഫാള് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ നെക്സ്റ്റ് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഓക്കെ, അപ്പം ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് സഡൻ ആയിട്ട് മാർക്കറ്റ് ബൗൺസ് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന്, അതായത് 24,300 ഏരിയയിൽ നിന്ന് ഒരു റിഡക്ഷൻ വന്ന് മാർക്കറ്റ് താഴേക്ക് വരുവാണെങ്കിൽ അവിടെ നമുക്കൊരു ഷോർട്ട് സൈഡ് എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ഒരു ലെവലിൽ നിന്ന് 25,000 നിന്ന് മാർക്കറ്റ് റിജക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പ് സൈഡിലേക്ക് ചെറിയൊരു റിവേഴ്സൽ നമുക്ക് ആ ഒരു പ്രൈസ് ആക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം പ്ലാൻ ചെയ്യുക. കാരണം മാർക്കറ്റിന്റെ ഓവറോൾ ട്രെൻഡ് ഇപ്പം ഡൗൺ സൈഡ് ആണ്. അപ്പോൾ കൂടുതൽ നിങ്ങൾ ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ട്രേഡ്സിന്റെ അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ലെവൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം 1 or 2 ഡേയ്സ് നമ്മളൊരു സൂമിലൂടെ നമ്മൾ എല്ലാ ദിവസവും ലൈവ് ട്രേഡിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ സ്റ്റുഡൻസിന് വേണ്ടി ലൈവ് ട്രേഡിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലൈവ് ട്രേഡിംഗ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ആഴ്ച നമുക്ക് ലൈവ് ട്രേഡിംഗ് കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. കുറച്ച് ബിസി ആയിരുന്നു, നമ്മുടെ ഒരു സ്റ്റുഡൻസ് ഗ്രൂപ്പിൽ കുറച്ച് ബിസി ആയിരുന്നു. ഓക്കെ, അപ്പം ഈ ഒരു ലെവൽസ് നിങ്ങൾ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഫ്യൂച്ചറിന്റെ നമ്മൾ പറഞ്ഞ ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യാം. അതായത് സ്മാർട്ട് മണി കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് 25,600 മുകളിലായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റ് അപ്സൈഡ് ട്രെൻഡിങ് ആണെന്ന് പറയാനായിട്ട്, ഒരു അപ്സൈഡിലേക്ക് മാർക്കറ്റ് റിവേഴ്സ് ആയെന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അതായത് ഇവിടെ ഒരു സ്മാർട്ട് മണി പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കൺവിക്ഷൻ എടുക്കാനായിട്ട് സാധിക്കൂ. ഓക്കെ, അതേപോലെ തന്നെ നാളെ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഫ്യൂച്ചറിന്റെ ലെവൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടതും ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യും. അതായത് കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ചെയ്ത ഒരു സിംഗിൾ പ്രിന്റ് ലെവലാണ് 25,360 ലെവൽ. ഇത് ഫ്യൂച്ചറിന്റെ ലെവലാണ്. അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അതുപോലെ തന്നെ അഗെയിൻ ഇവിടെ ഒരു സിംഗിൾ പ്രിന്റ് ഉണ്ട്. അതായത് 25,430 ലെവൽ ഒരു സിംഗിൾ പ്രിന്റ് ആണ്. അപ്പൊ അത് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ POC ഈ ലെവല് മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ഈ ഒരു ദിവസം അതായത് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ ഒരു വലിയൊരു ഡൗൺഫാൾ വന്നിട്ടുണ്ട്. അപ്പം അവിടെ മാർക്കറ്റ് ശരിക്കും ആക്ച്വലി ഒരു ഇമോഷണൽ സെല്ലിംഗ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നാളെ ഒരു അപ്സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതായത് ആ ഒരു അപ്സൈഡ് മൂവ്മെന്റ് മാർക്കറ്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു POC വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യാം. അതായത് മാർക്കറ്റ് ഈ ഒരു എൽ സ്പൈക്കിനെ കവർ ചെയ്ത് മാർക്കറ്റ് അപ്സൈഡ് മൊമെന്റം തന്നു കഴിഞ്ഞാൽ ഒരു ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ലെവല് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. 25,472 എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ നിഫ്റ്റിയുടെ POC ആണ്. അല്ലെങ്കിൽ POC ഒരു ടാർഗറ്റ് ആയിട്ട് വെക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഫ്യൂച്ചറിന്റെ ലെവലൊക്കെ നോക്കുന്നത് ഈ ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.